പുതിയൊരു അവതാരം കൂടി വെള്ളിത്തിരയിലേക്ക് എത്താൻ പോവുകയാണ്. ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അൽതാഫ് സലീം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. കല്യാണി പ്രിയദർശൻ, രേവതി പിള്ള തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. അടുത്ത വിഷു റിലീസായി ചിത്രം എത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ വർഷം വിഷു സീസണിൽ തിയേറ്ററുകളിലെത്തി വമ്പൻ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ആവേശം. അടുത്ത വർഷവും ഇതേ വിജയം ആവർത്തിക്കുന്നത് കാണാനാകുമോ എന്നറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഫഹദ് ഫാസിൽ കല്യാണി പ്രിയദർശൻ കോംബോ സിനിമാ പ്രേമികൾ കാണാൻ പോകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന നിവിൻ പോളി ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം അൽതാഫ് സലീം ചെയ്യുന്ന സിനിമയാണിത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ധ്യാൻ ശ്രീനിവാസൻ, വിനയ് ഫോർട്ട്, ലാൽ, രഞ്ജി പണിക്കർ, റാഫി, ജോണി ആന്റണി, സുരേഷ് കൃഷ്ണ, നന്ദു തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നത്. സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ജിൻഡോ ജോർജാണ്. സംഗീതം ഒരുക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. ഫഹദിന്റേതായി നിരവധി സിനിമകളിലാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. പുഷ്പ 2വിലെ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തിനായിട്ട് കൂടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഒരു കൈയിൽ തോക്കും മറുകൈയിൽ കോടാലിയുമായി ടെറർ മോഡിൽ നിൽക്കുന്ന ഭൻവർ സിംഗ് ഷെഖാവത്തിനെയാണ് ക്യാരക്ടർ പോസ്റ്ററിൽ പുഷ്പ 2വിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത്. ലുങ്കി ഉടുത്ത് ഡിഫറന്റ് ഗെറ്റപ്പിലാണ് ഫഹദ് ഫാസിൽ ഉള്ളത്. ഫഹദിന്റെ നിറഞ്ഞാട്ടം തന്നെ സിനിമയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആരാധകർ. അതുപോലെ തന്നെ ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു ഫഹദ് ഫാസിൽ ചിത്രമാണ് എസ് ജെ സൂര്യ മലയാളത്തിലേക്ക് എത്തുന്ന സിനിമ. ആവേശം പോലെ തന്നെ മാസ് എന്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം വിപിൻ ദാസ് എന്ന സംവിധായകനാണ്. നിരവധി ഹിറ്റുകൾക്ക് പിന്നാലെയാണ് ഫഹദിനൊപ്പമുള്ള സിനിമയിലേക്ക് വിപിൻ ദാസ് എത്തിയിരിക്കുന്നത്. രജനീകാന്ത് ലോകേഷ് കൂട്ടുകെട്ടിലെത്തുന്ന കൂലിയിലെ ഒരു പ്രധാന വേഷം ഫഹദ് നിരസിച്ചിരുന്നു. കരിയറിൽ വഴിത്തിരിവായേക്കാവുന്ന കഥാപാത്രം ഫഹദ് വേണ്ടെന്ന് വെച്ചത് ഡേറ്റ് ക്ലാഷ് മൂലമാണെന്ന റിപ്പോർട്ടാണ് വന്നത്. കൂലിയിൽ ജോയിൻ ചെയ്യാനായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഫഹദിനെ കാണുകയും റോള് സംബന്ധിച്ച് വിശദമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്നാണ് വിവരം. വിക്രത്തിലെ അമർ എന്ന കഥാപാത്രം ഫഹദ് ഫാസിലിന്റെ കയ്യിൽ ഭദ്രമായിരുന്നത് കൊണ്ട് തന്നെയാവണം ഈ കഥാപാത്രത്തിലേക്കും ലോകേഷ് ഫഹദിനെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഒപ്പം രജനീകാന്തിന്റേതായി ഇനി പുറത്തിറങ്ങാൻ പോകുന്ന വേട്ടയൻ എന്ന സിനിമയിലും ഒരു പ്രധാന വേഷത്തിൽ ഫഹദ് ഫാസിലുണ്ട്. അതുകൊണ്ട് രജനീകാന്തുമായും ഫഹദ് ഫാസിലിന് അടുത്ത ബന്ധമുണ്ട്. ഏറ്റവും അടുപ്പമുള്ള സംവിധായകനും നടനും സിനിമയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ആ കഥാപാത്രം ഫഹദ് വേണ്ടെന്ന് വെച്ചെങ്കിൽ അതിനു പകരമായി ചെയ്യുന്ന സിനിമകളിൽ അത്രയും പ്രതീക്ഷയുണ്ടാകും എന്നാണ് സിനിമാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ജയ്ഭീം സംവിധായകൻ TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വേട്ടയൻ. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. മാമന്നന് പിന്നാലെ ഫഹദ് ഫാസിൽ വടിവേലു ടീം വീണ്ടും ഒന്നിക്കുന്ന മാരീശനും തമിഴിൽ ഒരുങ്ങുന്നുണ്ട്. സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസ് ആണ്. ഫഹദിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിലും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കരാട്ടെ ചന്ദ്രനായിട്ടാണ് മലയാളത്തിൽ ആവേശത്തിന് പിന്നാലെ ഫഹദ് എത്താൻ പോകുന്നത്. ഭാവന സ്റ്റുഡിയോ നിർമ്മിക്കുന്ന ചിത്രമാണിത്. ജിത്തു ജോസഫിനൊപ്പമുള്ള ചിത്രവും അടുത്തിടെ അനൗൺസ് ചെയ്തിരുന്നു.